കോതമംഗലം ബ്ലോക്ക് അഡീഷണൽ ICDSലെ 7 അംഗൻവാടി വർക്കർമാർക്ക് യാത്രയയപ്പ് നൽകി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം അഡീഷണൽ ICDSന്റെ പ്രൊജക്ടിന്റെ കീഴിൽ വരുന്ന അംഗൻവാടികളിൽ നിന്ന് ഇന്ന് ഒരാൾ മരണപ്പെട്ടതടക്കം 8 പേരാണ് ഈ ഏപ്രിൽ മാസം 30-ാം തീയതി ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. ഏത് ജോലിയാണെങ്കിലും ഒരു പ്രായപരിധി നിശ്ചയിച്ചുകൊണ്ട് വിരമിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് നമ്മുടെ സംസ്ഥാനത്തെമ്പാടുമുള്ളത്. പ്രത്യേകിച്ച് ഏത് തരത്തിലുള്ള അധ്യാപനമാണെങ്കിലും, പ്രത്യേകിച്ച് അംഗൻവാടി ആകട്ടെ, സ്കൂളുകളാകട്ടെ, കോളേജുകളാകട്ടെ, എന്നും ആദരിക്കപ്പെടുന്നവരാണ് അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ ടീച്ചർമാരും. അംഗൻവാടി ബാലവാടിയായി തുടങ്ങി കഴിഞ്ഞ 10-35 വർഷക്കാലം ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ ആ പ്രദേശത്തെ അംഗൻവാടിക്കും ആ പ്രദേശത്തെ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ് ഇന്ന് നമ്മളിൽ നിന്നും കഴിഞ്ഞ 10-35 വർഷക്കാലത്തെ സർവീസിന് ശേഷം വിരമിക്കുന്നത്. ദീർഘകാലം ബാലവാടികളിലും തുടർന്ന് അങ്കണവാടികളിലുമായി 35 വർഷം വരെ സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്കാണ് സ്നേഹോഷ്മളമായ യാത്രയയപ്പ് നൽകിയത്. ആദ്യമായി അറിവിന്റെ ആദിപാഠം നുകരാൻ അങ്കണവാടികളിൽ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങളെ മക്കളെപ്പോലെ സ്നേഹിച്ചും അറിവ് പകർന്നും ഉല്ലസിക്കാൻ അവർക്ക് സാഹചര്യമൊരുക്കിയും ജോലി ചെയ്യുന്നവരാണ് അങ്കണവാടി ജീവനക്കാർ. ഓരോ വാർഡിലും എല്ലാ കുടുംബങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന വോളണ്ടിയറായും പ്രവർത്തിക്കുന്ന അങ്കണവാടി ജീവനക്കാരെ പ്രത്യേകം ആദരിക്കണമെന്ന് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. മുംതാസ് അബ്ദുള്ള വാരപ്പെട്ടി, ഉഷ ശശി പൈങ്ങോട്ടൂർ, ഓമന MA കവളങ്ങാട്, ചിന്നമ്മ AO കീരമ്പാറ, മറിയം PT പല്ലാരിമംഗലം, ആലിസ് ജോർജ് പല്ലാരിമംഗലം, പുഷ്പലത KC പൈങ്ങോട്ടൂർ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലി അയ്യബ്, ജെയിംസ് കോറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനിസ് ഫ്രാൻസിസ്, നിസാമോൾ ഇസ്മായിൽ, CDPO ജിഷ ജോസഫ്, സൂപ്പർവൈസർമാരായ ഹനീസ KH, ബിന്ദു AS, സ്വപ്ന മാത്യു, മുംതാസ് MS, രാജി N നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.